നമസ്കാരം മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. കോൺഗ്രസിന്റെ പ്രകടന പത്രിക ബിജെപി രാഷ്ട്രീയ ആയുധമാക്കുന്നു. പ്രകടന പത്രികയിലെ ആശയങ്ങൾ അപകടകരമായ വാഗ്ദാനങ്ങളാണെന്നും രാജ്യത്തിനെ ശിഥിലീകരിക്കുന്ന ആശയങ്ങളാണെന്നും ബിജെപി ആരോപിക്കുന്നു. എന്നാൽ രാജ്യദ്രോഹ കുറ്റത്തിലും അഫ്സ്പയിലും ഭേദഗതി കൊണ്ടുവരുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണെന്നാണ് കോൺഗ്രസിന്റെ വാദം. രാജ്യദ്രോഹ കുറ്റത്തെ നിർവചിക്കുന്ന 124A വകുപ്പ് എടുത്തുകളയും. കസ്റ്റഡി പീഡനവും 3-ാം മുറയും തടയുന്ന പീഡന നിരോധന നിയമം കൊണ്ടുവരും. സൈന്യത്തിന് പ്രത്യേക അധികാരങ്ങൾ നൽകുന്ന സായുധ സേന പ്രത്യേകാധികാര നിയമം പരിഷ്കരിക്കുമെന്നുമാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പറയുന്നത്. എന്നാൽ ഈ ആശയങ്ങളെല്ലാം അപകടകരമായ വാഗ്ദാനങ്ങളാണെന്നാണ് BJP ആരോപിക്കുന്നത്. ഈ ആശയങ്ങൾ രാജ്യത്തെ ശിഥിലീകരിക്കുമെന്നും രാജ്യദ്രോഹ കുറ്റം റദ്ദു ചെയ്യുമെന്നും പറയുന്ന പാർട്ടിക്ക് ഒരു വോട്ടിന് പോലും അവകാശമില്ലെന്നുമാണ് കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ വാദം. മാവോയിസ്റ്റ്, ജിഹാദി എന്നിവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം വാഗ്ദാനങ്ങൾ കോൺഗ്രസ് നൽകിയിരിക്കുന്നതെന്നും BJP ആരോപിക്കുന്നു. मैनिफेस्टो में लिखा है उसी पेज पे कि CRPC को बदला जाएगा कि जमानत अब से नियम बन जाएगा और जमानत न देना केवल उसका अपवाद. तो कोई आतंकवादी, टेररिस्ट, बहुत बड़ा क्रिमिनल, ये तो न्यायपालिका का फंक्शन है. तो फिर जो महिलाओं से अपराध करेगा तो किस लिए लिप सिंपैथी दिखला रहे थे आज मैनिफेस्टो के में? जो बड़े बड़े घटनाएं करते हैं, CRPF के, स्टेट पुलिस के लोगों को मारते हैं, यह प्रावधान डाला गया है इस देश के माओवादियों की और जिहादियों की रक्षा करने के लिए कि कुछ समय के पश्चात उनको जमानत मिल जाए. രാജ്യദ്രോഹം ചൂണ്ടിക്കാട്ടി ഹിന്ദു വോട്ടുകൾ പെട്ടിയിലാക്കാനാണ് BJP കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ ഈ ആശയങ്ങളെ കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. എന്നാൽ കോൺഗ്രസിന്റെ 54 പേജുള്ള പ്രകടന പത്രികയിലെ കാര്യങ്ങൾ ഇന്ത്യയെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും വാഗ്ദാനങ്ങൾ 5 വർഷം കൊണ്ട് നടപ്പിലാക്കുമെന്നും കോൺഗ്രസ് ഉറപ്പിച്ചു പറയുന്നു. രാജ്യദ്രോഹ കുറ്റം കൊളോണിയൽ കാലത്തെ നിയമമാണ്, അത് മാറ്റുക തന്നെ വേണമെന്നാണ് കോൺഗ്രസ് വാദം. സൈന്യത്തിന് പ്രത്യേക അധികാരങ്ങൾ നൽകുന്ന സായുധ സേന പ്രത്യേകാധികാര നിയമം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു വാഗ്ദാനമെന്ന് ചിദംബരം പറയുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവ് കേരളത്തിലേക്ക് വന്നത് ആരെ നേരിടാനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയനാട്ടിലെ LDF സ്ഥാനാർത്ഥിയെ പിൻവലിക്കണമെന്ന് മുല്ലപ്പള്ളി പറഞ്ഞപ്പോൾ അത് കേട്ടത് BJP ആണെന്നും ഇടതുപക്ഷം ജയിക്കാൻ വേണ്ടിയാണ് സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത് എന്നും ആരെങ്കിലും പറയുമ്പോൾ പിൻവലിക്കാനല്ല എന്നും പിണറായി പറഞ്ഞു. വയനാട്ടിലെത്തിയാൽ ഇടതുപക്ഷത്തിന്റെ യഥാർത്ഥ ശക്തി രാഹുൽ ഗാന്ധിക്ക് മനസ്സിലാക്കാമെന്നും പിണറായി കോഴിക്കോട്ട് പറഞ്ഞു. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവ് കേരളത്തിലേക്ക് വന്നല്ലോ, ഏത് BJP നേരിടാനാണ്? വയനാട്ടിൽ നിങ്ങൾ നേരിടുന്ന BJP സ്ഥാനാർത്ഥി ഏത്? നിങ്ങൾ പറയണ്ടേ? ഞങ്ങൾ ആദ്യമേ പറഞ്ഞല്ലോ എന്ത് സന്ദേശമാണ് നിങ്ങൾ നൽകുക. നമ്മുടെ KPCC പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവനയുണ്ടായി. ഞങ്ങളെല്ലാം കൂടി ചേർന്ന് ആലോചിച്ച് ഈ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് ഇദ്ദേഹത്തിന് പിന്തുണ കൊടുക്കണം. ആ പ്രസ്താവന ഒരു കൂട്ടർ അംഗീകരിച്ചു കേട്ടോ. BJPക്ക് സ്ഥാനാർത്ഥിയില്ല അവിടെ. BJP അല്ല ഞങ്ങൾ, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അത് നിർണായക ശക്തിയാണ്. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത്. അത് ജയിക്കാൻ വേണ്ടി നിർത്തിയ സ്ഥാനാർത്ഥിയാണ്. അത് ഓർത്തോളണം. ആരെങ്കിലും വരുന്നു കേട്ടാൽ എന്നാ നിങ്ങൾ പോയിപ്പോ ഞങ്ങളിങ്ങ് പോവുകയാണ് എന്ന് പറയുന്നവരല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. കേരളത്തിൽ നിന്ന് ഒളിച്ചോടിയ രാഹുൽ ഗാന്ധി തോൽക്കുമെന്ന് CPIM PB അംഗം S. രാമചന്ദ്രൻപിള്ള. വയനാട്ടിലും അമേഠിയിലും രാഹുൽ ഗാന്ധി പരാജയപ്പെടും. അമേഠിയിൽ BJPയെ നേരിടാൻ അനുയോജ്യനായ മറ്റൊരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് CPIM ആലോചിക്കുമെന്നും SRP. കണ്ണൂർ പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. അമേഠിയിലെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ എങ്ങനെ വരുന്നു എന്ന് ഞങ്ങൾ നോക്കി ആർക്കാണോ BJPയെ തോൽപ്പിക്കാൻ കഴിയുക അവർ വോട്ട് ചെയ്യും. അതാണ് ഞങ്ങളുടെ ഞങ്ങൾ പൊതുവായി എടുത്തിരിക്കുന്നത് BJPയെ തോൽപ്പിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകുമെന്നാണ്. പടക്കളത്തിൽ നിന്ന് BJPയെ നേരിടാൻ തയ്യാറാകാതെ ഓടിയൊളിച്ചിരിക്കുന്നു എന്ന് മാത്രമാണ്. അവിടുത്തെ സ്ഥാനാർത്ഥികൾ വരട്ടെ, വരുന്നത് നോക്കിയിട്ട് നമുക്ക് തീരുമാനം എടുക്കാം. എൻ്റെ ഈ രാഷ്ട്രീയ സ്ഥിതിഗതികൾ ഉരുത്തിരിഞ്ഞു വരുന്നത് നോക്കിയാൽ ജയിക്കാൻ സാധ്യതയില്ല. UDF സ്ഥാനാർത്ഥിയുടെ കോൺഗ്രസ് പാർട്ടിക്ക് പോലും നിരക്കാത്ത പ്രവർത്തനങ്ങളാണ് സംഖ്യെന്ന ആക്ഷേപത്തിന് കാരണമെന്ന് കൊല്ലം ഇടതുമുന്നണി പാർലമെന്റ് കമ്മിറ്റി സെക്രട്ടറി K. വരദരാജൻ. LDF അങ്ങനെ വിളിച്ചിട്ടില്ല. സംഖ്യെന്ന് ആരെങ്കിലും കരുതിയാൽ തെറ്റുപറയാൻ കഴിയില്ലെന്നും K. വരദരാജൻ പറഞ്ഞു.
ബിജെപിയുടെ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തോടെ കൊല്ലത്തെ UDF സ്ഥാനാർത്ഥിയെക്കുറിച്ച് LDF പറഞ്ഞതെല്ലാം സത്യമാണെന്ന് വ്യക്തമായി കഴിഞ്ഞു. UDF സ്ഥാനാർത്ഥി സംഘിയാണെന്ന ആരോപണം LDF ഉന്നയിച്ചിട്ടില്ല. ബിജെപിയുമായി ബന്ധമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ചെയ്തത്. UDFന് പോലും ചേരാത്ത ചില പ്രവർത്തനങ്ങളിലൂടെയും നടപടികളിലൂടെയുമാണ് സംഘിയാണെന്ന് പ്രചരിക്കുന്നത്. അതിനു പിന്നിൽ LDF അല്ല. വ്യക്തിപരമായ ഒരു സ്ഥാനാർത്ഥിയെയും LDF ആക്ഷേപിച്ചിട്ടില്ല. ഞങ്ങൾ അദ്ദേഹത്തെ സംഘിയെന്നൊന്നും ഞങ്ങൾ വിളിച്ചിട്ടില്ല. അദ്ദേഹം നടത്തിയിട്ടുള്ള ചില പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. അത് ഒരു UDFന് പോലും ചേരാത്ത ചില പ്രവർത്തികൾ അദ്ദേഹം ഏർപ്പെട്ടു എന്ന് ചില കാര്യങ്ങൾ സവിസ്തരമായി പ്രതിപാദിച്ചുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു. അദ്ദേഹം സംഘിയാണെന്നോ അദ്ദേഹത്തിന് സംഘിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്നോ ഒന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങളിത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടല്ലോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPയുടെ തന്നെ സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീമാൻ വേലായുധൻ തന്നെ പത്രസമ്മേളനം നടത്തി പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ ആക്ഷേപിച്ചതല്ലോ. RSPയുടെ ചിഹ്നം ഇന്ന് ത്രിവർണ പതാകയ്ക്കകത്താണെന്നും ജനപക്ഷത്തിന്റെ അടയാളമായ ചുമപ്പിലല്ലെന്നും ജനത്തിന് നന്നായി അറിയാമെന്ന് കെ വരദരാജൻ ചൂണ്ടിക്കാട്ടി. 40 വർഷമായി LDFന്റെ ഭാഗമായി നിന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ മുന്നണിയെ വഞ്ചിച്ച് UDFൽ ചേക്കേറിയതാണ് പ്രേമചന്ദ്രൻ. ചവറയിലെ തോൽവിയെ തുടർന്ന് 2 വർഷം സ്ഥാനമില്ലാതെ മാറി നിന്നപ്പോൾ മുന്നണിയെ വഞ്ചിക്കുമെന്ന് കരുതിയില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് മൺവെട്ടി മൺഗൗരിയ വട്ടത്തിലുള്ള ചുവപ്പിനകത്ത് വെള്ളാക്ഷരത്തിൽ വരച്ച മൺവെട്ടി മൺഗൗരിയായിരുന്നു. ജനങ്ങൾ തെറ്റിദ്ധരിച്ചു അത് ഇടതുപക്ഷമാണ് എന്ന്. സ്വാഭാവികമാണ്. പ്രേമചന്ദ്രനെ കുറിച്ച് അന്ന് വരെ അറിയുന്നത് എന്തായിരുന്നു? അദ്ദേഹം വലിയ ഇടതുപക്ഷക്കാരനായിരുന്നു. എന്തെല്ലാം സ്ഥാനം വഹിച്ചു അദ്ദേഹം. നമ്മുടെ ഇവിടെ തന്നെ പാർലമെന്റ് മെമ്പറായി, മന്ത്രിയായി, രാജ്യസഭാംഗമായി ഒക്കെ ഇരുന്നൊരാൾ. ഇടതുപക്ഷത്തിന്റെ വലിയ വക്താവായി അദ്ദേഹം TV-യിൽ നിറഞ്ഞു നിന്നയാൾ ഒരു രാത്രി കൊണ്ട് അപ്പുറത്ത് ചാടുമ്പോൾ ജനങ്ങളാകെ അത് ആ നിലയിൽ മനസ്സിലാക്കണമെന്നില്ല. അന്ന് ചുവപ്പിനകത്തെ മൺവെട്ടി മൺഗൗരിയുമായിട്ട് മത്സരിച്ച UDF സ്ഥാനാർത്ഥി ഇപ്പോൾ മത്സരിക്കുന്നത് ത്രിവർണ്ണ പതാകയ്ക്കുള്ളിലുള്ള മൺവെട്ടി മൺഗൗരികയിലാണ്. പാവപ്പെട്ട ജനങ്ങൾ ഇടതുപക്ഷമാണെന്ന് തെറ്റിദ്ധരിച്ചാണ് വോട്ട് നൽകിയത്. മുന്നണിയെ വഞ്ചിച്ചു കിടന്ന സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഇന്ന് അവർക്ക് വ്യക്തമായി അറിയാമെന്നും കെ വരദരാജനും N അനിരുദ്ധനും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ബഹിരാകാശത്തിന്റെ കാവൽക്കാരനാണ് താനെന്ന് അവകാശപ്പെടുന്ന മോദി കാവൽക്കാരനായി അവിടെ തന്നെ തുടരട്ടെ എന്ന് സീതാറാം യെച്ചൂരി. ഇന്ത്യയെ വെറുതെ വിടണമെന്നും യെച്ചൂരി പറഞ്ഞു. എറണാകുളത്തെ LDF സ്ഥാനാർത്ഥി P. രാജീവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴയിലെയും കോട്ടയത്തെയും ഇടത് സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ സംസാരിച്ച ശേഷമാണ് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി P. രാജീവിന്റെ പ്രചാരണ പൊതുയോഗത്തിൽ പങ്കെടുക്കാനായി എറണാകുളത്തെത്തിയത്. മതേതര രാഷ്ട്രസങ്കല്പത്തെ തകർക്കുന്ന BJP സർക്കാരിന്റെ വികലമായ നയങ്ങളെ ശക്തമായ ഭാഷയിലാണ് യെച്ചൂരി വിമർശിച്ചത്. ബഹിരാകാശത്തിന്റെ കാവൽക്കാരനാണ് താൻ എന്ന് അവകാശപ്പെടുന്ന മോദി കാവൽക്കാരനായി അവിടെ തന്നെ തുടരട്ടെയെന്നും ഇന്ത്യയെ വെറുതെ വിടണമെന്നും യെച്ചൂരി പറഞ്ഞു. Sir, you are saying that you are the cavalcar of outer space, so please remain there in outer space and look after the situation there. Please leave India to us so that we can protect India and build a better India in the future. BJP ആണോ ഇടതുപക്ഷമാണോ കോൺഗ്രസിന്റെ മുഖ്യ ശത്രുവെന്ന് വയനാട്ടിൽ മത്സരിക്കാനെത്തുന്ന രാഹുൽ ഗാന്ധി വ്യക്തമാക്കണം. വർഗീയതയ്ക്കെതിരെ പോരാടുന്ന ഇടതുപക്ഷത്തിനെതിരെ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ കൈമാറുന്ന തെറ്റായ സന്ദേശം ജനങ്ങൾ തിരിച്ചറിയുമെന്നും യെച്ചൂരി ചൂണ്ടിക്കാട്ടി. P. രാജീവ് പാർലമെന്റിലെത്തിയ ശേഷം വീണ്ടും കാണാമെന്ന് പറഞ്ഞാണ് യെച്ചൂരി തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. LDF സംസ്ഥാന ജില്ലാ നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഇടതുപക്ഷ മണ്ണ് വരണ്ടുപോയാൽ എഴുത്തും എഴുത്തുകാരും ഇല്ലാതാകുമെന്നത് മറക്കരുതെന്ന് കഥാകാരൻ M. മുകുന്ദൻ. വർഗീയതയ്ക്കെതിരെ ഇടതുപക്ഷത്തോടൊപ്പം എന്ന പ്രഖ്യാപനവുമായി വടകരയിൽ നടന്ന സാംസ്കാരിക മഹാസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വർഗീയതയ്ക്കെതിരെ ഇടതുപക്ഷത്തോടൊപ്പം എന്ന പ്രഖ്യാപനവുമായാണ് വടകര കോട്ടപ്പറമ്പിൽ സാംസ്കാരിക മഹാസംഗമം നടന്നത്. മനുഷ്യനിലെ സ്നേഹവും സൌഹൃദവും സംഗീതവും കലയുമെല്ലാം വർഗീയത വളർന്നാൽ ചുട്ടുചാമ്പലാക്കുമെന്ന ഓർമ്മപ്പെടുത്തലായിരുന്നു സംഗമം. മലയാളത്തിന്റെ പ്രശസ്തരായ കഥാകൃത്തുക്കളും കവികളും പ്രഭാഷകരും പാട്ടുകാരും ചിത്രകാരന്മാരും അണിനിരന്ന കൂട്ടായ്മ ഫാസിസത്തിനെതിരായ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് കരുത്തു പകരുന്നത് കൂടിയായിരുന്നു. ഇടതുപക്ഷ മണ്ണ് വരണ്ടുപോയാൽ എഴുത്തും എഴുത്തുകാരും ഇല്ലാതാകുമെന്നത് മറക്കരുതെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എഴുത്തുകാരൻ M. മുകുന്ദൻ പറഞ്ഞു. ഇടതുപക്ഷമെന്നത് എഴുത്തുകാരായ ഞങ്ങൾക്ക് തൂലിക പോലെ പ്രധാനമാണ്. എഴുത്തുപേന നഷ്ടമായാലും ഇടതുപക്ഷമുണ്ടെങ്കിൽ എഴുതാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാരണം ഇടതുപക്ഷം ഇല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ പേനയില്ല, പേനയുടെ മുഖം ഒടിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു, എല്ലാവരുടെയും കയ്യിൽ എനിക്ക് പ്രഖ്യാപിക്കാൻ കഴിയില്ല, പക്ഷെ നമുക്കും തന്നെ ഞാൻ പ്രഖ്യാപിക്കുന്നു, ഞാൻ നിങ്ങളുടെ കൂടെ എഴുതുന്നുള്ളത് ഈ വലിയ പോരാട്ടത്തിന്റെ കൂടെ
ഞാൻ ഉണ്ട് എന്നത്. ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രചിച്ച ശബരിമല നവോത്ഥാനം മതനിരപേക്ഷത എന്ന പുസ്തകം എം മുകുന്ദൻ പ്രകാശനം ചെയ്തു. പി ജയരാജൻ രചിച്ച സംഘർഷങ്ങളുടെ രാഷ്ട്രീയം എന്ന പുസ്തകത്തിന്റെ 2ാം പതിപ്പിന്റെ പ്രകാശനവും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. ഡോക്ടർ ഖദീജ മുംതാസ്, കെ പി രാമനുണ്ണി, കരിവെള്ളൂർ മുരളി, സി പി അബൂബക്കർ, കെ എൻ രാവുണ്ണി തുടങ്ങി നിരവധി സാംസ്കാരിക പ്രവർത്തകരാണ് പരിപാടിയുടെ ഭാഗമായത്. സാംസ്കാരിക മഹാസംഗമത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജലക്ഷാമം നേരിടാൻ തലസ്ഥാനത്ത് പ്രതിദിനം 100 ലക്ഷം ലിറ്റർ അധിക ജലം ഉൽപ്പാദിപ്പിച്ച് വാട്ടർ അതോറിറ്റി. പ്രതിദിനം 100 ലക്ഷം ലിറ്റർ ശുദ്ധജലം കൂടി അരുവിക്കരയിൽ അധികമായി ഉൽപ്പാദിപ്പിച്ചു തുടങ്ങി. ഇതോടെ നഗരത്തിൽ വാട്ടർ അതോറിറ്റിയുടെ അരുവിക്കരയിൽ നിന്നുള്ള പ്രതിദിന ശുദ്ധജല വിതരണം 280 ദശലക്ഷം ലിറ്ററായി. ശുദ്ധജലക്ഷാമം ഒഴിവാക്കാൻ അരുവിക്കരയിൽ നിന്നുള്ള ഉൽപാദനം യുദ്ധകാലാടിസ്ഥാനത്തിൽ കൂട്ടാൻ സർക്കാർ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതേ തുടർന്ന് അരുവിക്കരയിലെ 86-74 MLD ശുദ്ധജലശാലകളിൽ നിന്നുള്ള ഉൽപാദനം കൂട്ടാനുള്ള നടപടികൾ വേഗത്തിലാക്കി. രാപ്പകലില്ലാതെ നീണ്ട കഠിന ജോലികൾക്കൊടുവിൽ 15 ദിവസം മാത്രമെടുത്താണ് അധിക ജലമെത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. കുത്തനെയുള്ള ചരിവുകൾ നിറഞ്ഞ പ്രദേശത്ത് 600 മീറ്ററോളം നീളത്തിൽ വെള്ളമെത്തിക്കാനായി പൈപ്പ് സ്ഥാപിക്കുന്ന ജോലിയും ശ്രമകരമായിരുന്നു. ഇന്നലെ മുതൽ നഗരത്തിൽ അധികമായി 50 ലക്ഷം ലിറ്റർ ശുദ്ധജലം വിതരണം ചെയ്തു തുടങ്ങി. എല്ലാ പണികളും പൂർത്തിയാകുമ്പോൾ വീണ്ടും പ്രതിദിനം 50 ലക്ഷം ലിറ്റർ കൂടി വിതരണം ചെയ്യാൻ കഴിയും. ഇതോടെ നഗരത്തിലെ ചില ഉയർന്ന പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന ജലക്ഷാമത്തിന് ശാശ്വതമായ പരിഹാരമാകും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് ദിലീപ് സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. വാദം പറയാൻ കൂടുതൽ സമയം വേണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യത്തെ തുടർന്നാണ് കേസ് കഴിഞ്ഞ തവണ മാറ്റിവച്ചിരുന്നത്. ജസ്റ്റിസുമാരായ AM ഖാൻവിൽക്കർ, അജയ് റോത്തഗി എന്നിവരുടെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. മെമ്മറി കാർഡ് രേഖയാണോ തൊണ്ടി മുതലാണോ എന്നതാണ് കോടതി പ്രധാനമായും പരിശോധിക്കുന്നത്. രേഖയാണെന്നും പ്രതിയെന്ന നിലയിൽ പകർപ്പ് ലഭിക്കാൻ അർഹതയുണ്ടെന്നുമാണ് ദിലീപിന്റെ വാദം. ആക്രമണ ദൃശ്യങ്ങൾ നടന്റെ കൈവശമെത്തിയാൽ നടിക്ക് കോടതിയിൽ സ്വതന്ത്രമായി മൊഴി നൽകാനാവില്ലെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്തെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. നടിയെ ആക്രമിച്ച കേസിൽ നിരപരാധിത്വം തെളിയിക്കാൻ വീഡിയോയിലെ സംഭാഷണങ്ങൾ ഉപകരിക്കും എന്നാണ് ദിലീപിന്റെ വാദം. പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനുമായി മല്ലപ്പള്ളി കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് TP ഗിരീഷ് നടത്തിയ രഹസ്യ ചർച്ചയ്ക്കെതിരെ കോൺഗ്രസിൽ അമർഷം. വാർത്ത പുറത്തുവന്നതോടെ ഗിരീഷിനെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാക്കന്മാരടക്കം രംഗത്തെത്തി. പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥിയായ കെ സുരേന്ദ്രൻ മല്ലപ്പള്ളിയിലെ സ്വീകരണ ചടങ്ങിനിടെ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റായ TP ഗിരീഷിന്റെ വീട്ടിൽ നടത്തിയ രഹസ്യ ചർച്ചയുടെ വാർത്ത പുറത്തുവന്നതോടെ പത്തനംതിട്ടയിലെ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തി. രാജ്യം ഉറ്റുനോക്കുന്ന നിർണായക തെരഞ്ഞെടുപ്പിൽ മുഖ്യ എതിരാളി BJP ആണെന്നിരിക്കെ കോൺഗ്രസ് പ്രവർത്തകർ BJPയോടൊപ്പം നിൽക്കുന്ന നിലപാട് ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തെയും വെട്ടിലാക്കിയിരിക്കുകയാണ്. ഇതിനിടയിൽ TP ഗിരീഷിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കന്മാരും രംഗത്ത് വന്നു. TP ഗിരീഷിനെതിരെ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ കൈക്കൊള്ളണമെന്ന് INTUC സംസ്ഥാന നിർവാഹക സമിതി അംഗം സുരേഷ് ബാബു പാലാഴി ആവശ്യപ്പെട്ടു. അദ്ദേഹവുമായി ഒരു കൂടിക്കാഴ്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനത്ത്, അതും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ശ്രീ TP ഗിരീഷ് കുമാർ നടത്തിയത് ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ലാത്ത ഒന്നായിരുന്നു. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDFും കോൺഗ്രസ് പ്രവർത്തകരെ BJPയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ഒരു ഏജൻസി എന്നാണ് അവരുടെ പ്രചരണം. കോൺഗ്രസിന്റെയും BJPയുടെയും അവിശുദ്ധ ബന്ധത്തിന്റെ കഥ പുറത്തുവന്നത് ഏറെ ചിന്തിപ്പിക്കുന്ന കാര്യമാണെന്നും ഇതിന്റെ തിരിച്ചടി വോട്ടിംഗിലൂടെ നൽകണമെന്നും CPIM പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയും ആവശ്യപ്പെട്ടു. നടത്തുന്ന കച്ചവട രാഷ്ട്രീയത്തിന്റെ ആപത്തിനെതിരായി കരുതിയിരിക്കാനും ഈ പാർട്ടികളുടെ എല്ലാ നേതൃത്വത്തിന്റെ വഞ്ചനയിൽ പ്രതിഷേധിച്ച് ഈ പാർട്ടികളുടെ പ്രവർത്തകർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം വരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. മൂന്നാം തവണയും ആന്റണിക്ക് സീറ്റ് നൽകിയത് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ഇതുവരെയും അംഗീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്ന കാര്യം ഈ സംഭവത്തോടുകൂടി കൂടുതൽ കരുത്താർജിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.
കാസർഗോഡ് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രന് തുളുനാടൻ ഗ്രാമങ്ങളിൽ ഉജ്ജ്വല വരവേൽപ്പ്. ബഹുഭാഷാ സംസ്കാരങ്ങളുടെ സംഗമഭൂമിയായ മഞ്ചേശ്വരത്ത് ഇടതുപക്ഷ മുന്നേറ്റം വ്യക്തമാക്കുന്നതായിരുന്നു സ്വീകരണ പരിപാടികൾ. തുളുനാടിന്റെ ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ എന്നും നാടിനൊപ്പം താൻ ഉണ്ടാകുമെന്ന് KP സതീഷ് ചന്ദ്രൻ ജനങ്ങളോട് പറഞ്ഞു. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ ബഹുഭാഷാ സംഗമഭൂമിയാണ് മഞ്ചേശ്വരം. കാസർഗോഡ് നിയമസഭാ മണ്ഡലങ്ങൾ കന്നഡ, തുളു, മലയാളം ഭാഷകൾക്കാണ് പ്രാമുഖ്യം. മറ്റ് നിരവധി ഭാഷകളും ഇവിടെ ജനങ്ങൾ സംസാരിക്കുന്നു. തുളുനാടൻ മണ്ണിൽ സ്വീകരണ യോഗങ്ങളിൽ മുൻതൂക്കം മാതൃഭാഷയായ തുളുവിനാണ്. LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് സ്വീകരണ യോഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് തുളു സംസ്കാര ശൈലി. തുളുവിലും കന്നഡയിലും മുദ്രാവാക്യങ്ങൾ മുഴക്കിയാണ് KP സതീഷ് ചന്ദ്രനെ സ്വീകരണ യോഗങ്ങളിൽ ജനങ്ങൾ വരവേൽക്കുന്നത്. മീഞ്ച ചിനാലയിൽ പ്രശസ്ത കന്നഡ പുരോഗമന കവി കയ്യാർ കിഞ്ഞണ്ണറയുടെ ചിത്രം ജനങ്ങൾ സതീഷ് ചന്ദ്രന് സമ്മാനിച്ചു. ഒപ്പം പൂക്കളും ചുവപ്പ് ഹാരങ്ങളും പാളത്തൊപ്പിയും തലപ്പാവുകളും പല സ്വീകരണ കേന്ദ്രങ്ങളിലും ജനങ്ങൾ സ്ഥാനാർത്ഥിയെ അണിയിച്ചു. സ്ഥാനാർത്ഥിയുടെ വരവ് അറിയിച്ചുകൊണ്ടുള്ള അനൗൺസ്മെന്റ് തുളു, കന്നഡ, മലയാളം ഭാഷകളിലാണ്. താൻ MP ആയി തെരഞ്ഞെടുക്കപ്പെട്ടാൽ തുളുനാട്ടിലെ കമുക കർഷകരുടെ പ്രശ്നങ്ങളും നാടിന്റെ പൊതുവായ വികസന വിഷയങ്ങളും പാർലമെന്റിൽ ഉന്നയിച്ച് പരിഹാരം കാണുമെന്ന് സതീഷ് ചന്ദ്രൻ ജനങ്ങൾക്ക് ഉറപ്പു നൽകി. ഈ തൊപ്പി ഞാൻ തൊപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്നെ നിങ്ങൾ തെരഞ്ഞെടുത്താൽ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ പാർലമെന്റിൽ ഈ തൊപ്പി തലയിൽ വെച്ചുകൊണ്ട് ഉന്നയിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നാലാം വട്ടമാണ് KP സതീഷ് ചന്ദ്രൻ തുളുനാടൻ മണ്ണിൽ വോട്ടർമാരുടെ പിന്തുണ തേടിയെത്തിയത്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലുടനീളം LDFന്റെ പ്രചാരണ മുന്നേറ്റം തുടരുകയാണ്. UDF സ്ഥാനാർത്ഥി രാജമോഹൻ ഉണ്ണിത്താനും NDA സ്ഥാനാർത്ഥി രവീശ തന്ത്രി കുണ്ടാറും പ്രചാരണ രംഗത്ത് സജീവമാണ്. സപ്തഭാഷകളുടെയും ബഹുസംസ്കൃതരുടെയും നാടാണ് തുളുനാട്. വികസനത്തിന്റെയും മതനിരപേക്ഷതയുടെയും സന്ദേശവുമായി എത്തിയ LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രനെ നെഞ്ചേറ്റുകയാണ് ഈ മണ്ണ്. ക്യാമറാമാൻ ഷൈജു ബിരാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്. ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ A സമ്പത്ത് തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നത്. അച്ഛൻ പകർന്നു തന്ന പാഠങ്ങളാണ് ആറ്റിങ്ങലിലെ ജനങ്ങളുടെ സമ്പത്താകാൻ തന്നെ പ്രാപ്തനാക്കിയതെന്ന് സമ്പത്ത് പറഞ്ഞു. അതേസമയം UDF NDA സ്ഥാനാർത്ഥികൾ ഇടതുപക്ഷത്തിന്റെ കുത്തകയായ മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള പരിശ്രമത്തിലുമാണ്. 3 പ്രാവശ്യം മത്സരിച്ച് വിജയിച്ചതിന്റെ അനുഭവവും പരിചയസമ്പത്തുമുണ്ട് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ A സമ്പത്തിന്. ഓരോ തവണയും മത്സരരംഗത്തിറങ്ങിയപ്പോൾ ജനങ്ങൾ സമ്പത്തിനൊപ്പമുണ്ടായിരുന്നു എന്നതാണ് ഓരോ തവണത്തെയും ഭൂരിപക്ഷ വർധനവ് സൂചിപ്പിക്കുന്നത്. ജനങ്ങൾക്ക് നൽകിയ വാക്കുകൾ പാലിച്ച് വികസന പ്രവർത്തനങ്ങൾ പ്രാവർത്തികമാക്കി അച്ഛൻ പകർന്നു തന്ന പാഠങ്ങളാണ് ആറ്റിങ്ങലിലെ ജനങ്ങളുടെ സമ്പത്താകാൻ തന്നെ പ്രാപ്തനാക്കിയതെന്നും അതുകൊണ്ട് തന്നെ വീണ്ടും നിറഞ്ഞ മനസ്സോടെ ജനങ്ങൾ തന്നെ സ്വീകരിക്കുമെന്നും സമ്പത്ത് പറഞ്ഞു. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ എടുത്തിട്ടുള്ളതായിട്ടുള്ള നിലപാടുകളുണ്ട്. ആ നിലപാടുകൾ കൃത്യമായും അത് ജനപക്ഷ നിലപാടുകൾ തന്നെയാണ്. സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ LDF ഗവൺമെൻറ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വിവിധ പരിപാടികൾ അത് ജനങ്ങൾക്ക് വാസ്തവത്തിൽ ഹൃദയത്തിൽ തട്ടിയ അനുഭവവേദ്യമായിട്ടുള്ളതാണ്. ഇത് രാജ്യത്തിന് മാതൃകയായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഞങ്ങളത് ജനങ്ങളോട് അത്തരത്തിൽ തന്നെയാണ് സംവദിക്കുന്നത്. LDF സ്ഥാനാർത്ഥി ഡോക്ടർ A സമ്പത്തിന്റെ രണ്ടാം ഘട്ട പ്രചരണ പരിപാടികൾ പുരോഗമിക്കുകയാണ്. ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും സമ്പത്തിനെ സ്വീകരിക്കുവാൻ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വീണ്ടും സമ്പത്ത് തന്നെ ആറ്റിങ്ങലിൽ വിജയിക്കുമെന്നാണ് വോട്ടർമാരുടെ പ്രതീക്ഷ. സമ്പത്തിനെ കുറിച്ച് പറയുവാൻ ആറ്റിങ്ങലിലെ വോട്ടർമാർക്ക് 100 നാവാണ്. നമുക്ക് 100% പ്രതീക്ഷയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ വികസനം പൂർണ്ണതോതിൽ നടപ്പാക്കാൻ കഴിഞ്ഞ ഒരു MP-യാണ് നമ്മുടെ ഡോക്ടർ സമ്പത്ത്. ഇന്ത്യൻ പാർലമെൻറ്റിൽ MP-മാരുടെ നമ്പർ 1 MP എന്ന പേരെടുത്ത ആളാണ്. കഴിഞ്ഞ 3 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മത്സരിച്ച് ജയിച്ചതിനേക്കാളും വൻപിച്ച ഭൂരിപക്ഷത്തിലായിരിക്കും ഇപ്രാവശ്യം സമ്പത്ത് വിജയിക്കുക. അതിൽ ജനാധിപത്യത്തിനും ജനവിശ്വാസികൾക്കും യാതൊരു സംശയവുമില്ല. വർഷങ്ങളായി ഇടതുപക്ഷം കയ്യിലൊതുക്കിയിരുന്ന ചുവപ്പിന്റെ ചരിത്രമുള്ള ആറ്റിങ്ങലിനെ തിരിച്ചുപിടിക്കാൻ 18 അടവും പയറ്റി പൊരുതുകയാണ് UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ്.
NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനും പ്രതീക്ഷ കൈവിടുന്നില്ല. BJPക്ക് ഒട്ടും വേരോട്ടമില്ലാത്ത ആറ്റിങ്ങലിൽ മത്സരിക്കുവാൻ പാർട്ടി പറഞ്ഞതിലുള്ള അമർഷമുണ്ടെങ്കിലും ശോഭാ സുരേന്ദ്രൻ അതൊന്നും പുറത്തുകാട്ടാതെ മണ്ഡലം പിടിക്കുവാനുള്ള തിരക്കിലാണ്. ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും നിരവധി പേരാണ് ഡോക്ടർ എ സമ്പത്തിനെ സ്വീകരിക്കുവാൻ വേണ്ടി നിലയുറപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആറ്റിങ്ങലിന്റെ ചുവപ്പ് കോറിയിട്ട മണ്ണിൽ ആറ്റിങ്ങലിന്റെ ത്രികോണ മത്സരത്തിൽ സമ്പത്തിന് തന്നെയാണ് മുൻതൂക്കമെന്നും പറയേണ്ടി വരും. ക്യാമറവുമൺ ഷാജിലയ്ക്കൊപ്പം റിനു ശ്രീധർ. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഏതെങ്കിലും സാമുദായിക സംഘടനകളെ വഴിവിട്ട് പ്രീണിപ്പിക്കാനില്ലെന്ന് CPIM പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. സമുദായ സംഘടന നേതാക്കൾ പറഞ്ഞാൽ സർവരും കേൾക്കുമെന്നത് ശരിയല്ല. സാമുദായിക സംഘടനകളോടോ സംഘടനാ നേതാക്കളോടോ എതിർപ്പില്ല എന്നും MA ബേബി വ്യക്തമാക്കി. പത്തനംതിട്ട പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. CPIM-നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും എല്ലാ സമുദായങ്ങളിലും പെട്ട ജനങ്ങളുടെ പിന്തുണ നേടുന്നതിലാണ് താല്പര്യം. അങ്ങനെ ജനങ്ങളുടെ പിന്തുണ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ സാമുദായിക സംഘടനാ നേതൃത്വമുണ്ട്. അവർക്കൊരു സ്വാധീനവുമില്ല എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ തങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് പറയുന്ന സമുദായത്തിലെ സർവരുടെയും പിന്തുണയും ഈ സാമുദായിക സംഘടനാ നേതാക്കന്മാർക്കില്ല. അവർ പറഞ്ഞാൽ സർവരും കേൾക്കും എന്ന് നിങ്ങളും കരുതുന്നില്ല. അപ്പം അത്തരമൊരു സാഹചര്യത്തിൽ സമുദായിക സംഘടനാ നേതാക്കന്മാരെ ശത്രുപക്ഷത്ത് നിർത്താനും ഞങ്ങൾക്ക് വ്യഗ്രതയില്ല. അവരെ ഏതെങ്കിലുമൊക്കെ തലത്തിൽ സമാധാനിപ്പിച്ച് സന്തോഷിപ്പിച്ച് ഞങ്ങളുടെ ഒപ്പം എപ്പോഴും നിർത്തണമെന്നും ഞങ്ങൾക്ക് മോഹമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുക്കുന്ന സമീപനം ഈ നാട്ടിലെ തൊഴിലാളികൾ, കൃഷിക്കാർ, കർഷക തൊഴിലാളികൾ, സാധാരണക്കാരായ ജനങ്ങൾ, ഇടത്തരക്കാർ ഇവരെല്ലാം അടങ്ങുന്ന കേരളീയ സമൂഹത്തിന്റെ ഉത്തമ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇടപെടലുകളാണ്, പ്രവർത്തനങ്ങളാണ് ഗവൺമെന്റ് നടത്തുന്നത്. വയറെറിയുന്നവരുടെ മിഴിനിറിയാതിരിക്കാനുള്ള യുവതിയുടെ കരുതലിന് 1 വയസ്സ്. കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെത്തുന്ന പാവപ്പെട്ട രോഗികൾക്ക് പൊതിച്ചോറ് വിതരണം ചെയ്യുന്ന DYFIയുടെ പദ്ധതി 1 വർഷം പിന്നിട്ടു. ഒരു ദിവസം പോലും മുടക്കം വരാതെയാണ് ദിവസവും 1000-ഓളം പൊതിച്ചോറുകൾ DYFI പ്രവർത്തകർ വിതരണം ചെയ്തത്. കഴിഞ്ഞ 1 വർഷമായി കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെത്തുന്ന പാവപ്പെട്ട രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പണം ഇല്ലാത്തതിന്റെ പേരിൽ പട്ടിണി കിടക്കേണ്ടി വന്നിട്ടില്ല. ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോഴേക്കും പൊതിച്ചോറുമായി DYFIക്കാർ ആശുപത്രിക്ക് പുറത്തുണ്ടാകും. ഒരു ദിവസം പോലും ഇതിന് മുടക്കം വന്നിട്ടില്ല. ദിവസവും വിതരണം ചെയ്യുന്നത് 1000-ഓളം പൊതിച്ചോറുകൾ. വീടുകളിൽ നിന്നാണ് പൊതിച്ചോറുകൾ ശേഖരിച്ച് ആശുപത്രിയിലെത്തുന്ന പാവപ്പെട്ട രോഗികൾക്ക് വിതരണം ചെയ്യുന്നത്. നമ്മളിപ്പോൾ 2.5 ലക്ഷം പൊതിച്ചോറ് ഈ ആശുപത്രിയിൽ മാത്രം കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ 267 മേഖലാ കമ്മിറ്റികളാണ് ഇതിൽ പങ്കുവഹിക്കുന്നത്. ഇതിൽ പ്രത്യേകിച്ച് കക്ഷി രാഷ്ട്രീയ പരിഗണനകളൊന്നും നോക്കാറില്ല. എല്ലാ വിഭാഗം വീടുകളിലും ഞങ്ങൾ കയറി ഭക്ഷണത്തിന് ആവശ്യപ്പെടാറുണ്ട്. എല്ലാ വിഭാഗം ആളുകളും വളരെ സന്തോഷപൂർവ്വം ഈ പദ്ധതിയോട് നാളിതുവരെ സഹകരിച്ചിട്ടുണ്ട്. ഓരോ ദിവസവും ഓരോ മേഖലാ കമ്മിറ്റിക്കാണ് പൊതിച്ചോറെത്തിക്കാനുള്ള ചുമതല. യുവത ഏറ്റെടുത്ത ഈ ദൗത്യത്തിന് നാട്ടുകാരും പൂർണ്ണ പിന്തുണ നൽകിയപ്പോൾ അത് ആയിരങ്ങൾക്ക് ആശ്വാസമായി. പേരാവൂർ താലൂക്ക് ആശുപത്രിയിലും 1 വർഷമായി DYFIക്കാർ പൊതിച്ചോറുകൾ വിതരണം ചെയ്യുന്നുണ്ട്. അടുത്ത മാസം മുതൽ തലശ്ശേരി ജനറൽ ആശുപത്രിയിലേക്കും വ്യാപിപ്പിക്കും. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ശക്തമായ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് കടക്കുകയാണ് വയനാട്. ഗ്രാമീണ മേഖലകളടക്കം കേന്ദ്രീകരിച്ച് പ്രചരണം ശക്തമാക്കുകയാണ് LDF. CPIM-ന്റെയും CPI-യുടെയും പ്രത്യേക പ്രവർത്തക കൺവെൻഷനുകൾ വയനാട്ടിൽ നടന്നു. കോടിയേരി ബാലകൃഷ്ണനും കാനം രാജേന്ദ്രനും പങ്കെടുത്തു. രാഹുൽ ഗാന്ധിയുടെ മത്സരത്തിലൂടെ പുതിയ ദിശയിലെത്തിയിരിക്കുന്നു വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് ചിത്രം. ഇടത് വലത് മുന്നണികളുടെ ശക്തമായ രാഷ്ട്രീയ പോരാട്ടം ചരിത്രത്തിൽ ഇടം പിടിക്കുമെന്നുറപ്പ്. ബൂത്ത് തലം മുതൽ പ്രചരണ പ്രവർത്തനങ്ങൾ LDF ശക്തമാക്കി. UPA-യുടെയും NDA-യുടെയും നയങ്ങൾ വയനാട്ടിലടക്കം സാധാരണ ജനവിഭാഗങ്ങളെ പ്രതികൂലമായി ബാധിച്ചതടക്കം LDF ക്ഷേമ പ്രവർത്തനങ്ങളും വികസനവും രാഹുൽ ഗാന്ധിയുടെ സുരക്ഷിത മണ്ഡലം തേടിയുള്ള ഒളിച്ചോട്ടവുമെല്ലാം ഉയർത്തിക്കാട്ടിയാണ് LDF പ്രചരണം. പ്രത്യേക പ്രവർത്തക കൺവെൻഷൻ CPM കൽപ്പറ്റയിൽ സംഘടിപ്പിച്ചു. കോടിയേരി പങ്കെടുത്തു. UDF ഭരിച്ച കാലത്ത് 2001-2006 കാലത്ത് മാത്രം 500-ൽ പരം കർഷകരാണ് വയനാട് ജില്ലയിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. വയനാട്ടിൽ മാത്രം. ആ നയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വക്താവും പ്രചാരകരുമായിരുന്ന കോൺഗ്രസ് പ്രസിഡന്റ് ഈ ദുരന്തത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? CPI-യും പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചു. BJP ചിത്രത്തിലേ ഇല്ലാത്ത മണ്ഡലത്തിലേക്കാണ് രാഹുൽ ഗാന്ധി BJP എതിർക്കാൻ എത്തുന്നതെന്ന് കാനം പറഞ്ഞു. NDA ഇവിടെ കെട്ടിവെച്ച പണമില്ലാത്ത ഒരു മുന്നണിയാണ് എന്ന യാഥാർത്ഥ്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ബോധ്യമായതാണ്. മനസ്സിലായില്ലേ? ആ സ്ഥലത്തേക്കാണ് നരേന്ദ്രമോദിയെ എതിർക്കാൻ രാഹുൽ ഗാന്ധി വരുന്നത്. ആ സത്യം ഞങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. രാഹുൽ ഗാന്ധി വ്യാഴാഴ്ച വയനാട്ടിൽ പത്രിക സമർപ്പിക്കാനെത്തും.
NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയും മണ്ഡലത്തിൽ പ്രചരണം തുടങ്ങി. മുന്നണികളുടെ ദേശീയ നേതാക്കളടക്കം വയനാട്ടിൽ അടുത്ത ദിവസങ്ങളിൽ എത്തുന്നതോടെ തെരഞ്ഞെടുപ്പ് ആവേശം അനുദിനം ചൂടേറും. ന്യൂസ് ബ്യൂറോ, വയനാട്. പ്രചരണ രംഗത്ത് വ്യത്യസ്ത പരീക്ഷണങ്ങൾ നടത്തുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഇറങ്ങിയ സാരികൾ ശ്രദ്ധേയമാവുകയാണ്. കോഴിക്കോട് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി A. പ്രദീപ് കുമാറിന്റെ പ്രചരണാർത്ഥമാണ് സാരി ഒരുക്കിയിരിക്കുന്നത്. വെള്ള നിറമുള്ള സാരിയിൽ ആലേഖനം ചെയ്ത അരിവാൾ ചുറ്റിക നക്ഷത്രം. കോഴിക്കോട് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി A. പ്രദീപ് കുമാറിനായി വോട്ട് അഭ്യർത്ഥിച്ച് വീടുകളിൽ വരുന്ന സ്ത്രീകളാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം ഇത്തരത്തിൽ സാരി അണിഞ്ഞിരിക്കുന്നത്. വെള്ളയും ചന്ദനക്കടലുമായി തയ്യാറാക്കിയിരിക്കുന്ന 1000-ഓളം സാരികളാണ് പ്രചാരണാർത്ഥം ഒരുക്കിയിരിക്കുന്നത്. പ്രിന്റ് ചെയ്ത് സാധാരണ ഈ കൃഷ്ണനെയൊക്കെ പ്രിന്റ് ചെയ്തിട്ടൊക്കെ അങ്ങനെയൊക്കെ ഓരോ കേരള സാരികളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം ഇലക്ഷനോടനുബന്ധിച്ച് നമ്മളിങ്ങനെ സ്ക്വാഡ് ഇറങ്ങുന്ന സമയത്ത് ഒന്നിച്ച് ഒരു പ്രചരണം എന്നുള്ള നിലയ്ക്കാണ്. ശക്തമായ തിരഞ്ഞെടുപ്പ് നടക്കുന്ന കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ പലതരം തിരഞ്ഞെടുപ്പ് പ്രചാരണ രീതികളാണ് അരങ്ങേറുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ വ്യത്യസ്തമായ കാഴ്ചയാവുകയാണ് ഈ സാരി അണിഞ്ഞ സ്ത്രീകൾ. വെള്ളയിൽ ആലേഖനം ചെയ്ത അരിവാൾ ചുറ്റിക നക്ഷത്രവുമായാണ് ഈ സ്ത്രീകൾ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങുന്നത്. ക്യാമറാമാൻ RK ഫിറോഷിനൊപ്പം മേഘമാധവൻ, കോഴിക്കോട്.